ബീഹാറിൽ എൻ.ഡി.എ സർക്കാർ രൂപീകരിക്കാൻ നിതീഷ് കുമാർ രാജ്ഭവനിലെത്തി ഗവർണറെ കണ്ടു. സുശീൽ കുമാർ മോദി ഉപമുഖ്യമന്ത്രിയാകുമെന്നും സൂചന. 28-ന് സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. വിവരങ്ങളുമായി സിബി ജോസഫ് ചേരുകയാണ്. സിബി, അതായത് ബീഹാർ രാഷ്ട്രീയത്തിൽ വലിയ ട്വിസ്റ്റ് നടക്കുന്നത് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മഹാസഖ്യം ഉപേക്ഷിച്ച നിതീഷ് കുമാർ BJP-യിലേക്ക് എത്തുമ്പോൾ ഇന്ത്യ മുന്നണി അടക്കം അതിനെ ശ്വാസം അടക്കിയാണ് നോക്കിക്കാണുന്നത്. എങ്ങനെ വിശദീകരിക്കാം ഈ ഒരു റിപ്പോർട്ടുകളെ? തീർച്ചയായും ബീഹാറിൽ നിതീഷ് കുമാർ വീണ്ടും എൻ.ഡി.എ സഖ്യത്തിലേക്ക് എത്തുമെന്ന ഒരു സൂചന നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഈ ബീഹാറിൽ നിതീഷ് കുമാർ യുദ്ധത്തിൽ ഗവർണറെ കണ്ടു രാജ്ഭവനിലെത്തി എന്നുള്ളൊരു വാർത്തകൾ കൂടി പുറത്തു വരുന്നത്. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചുള്ള വിരുന്നിൽ പങ്കെടുക്കാൻ വേണ്ടി ക്ഷണിക്കാൻ വേണ്ടിയാണ് പോകുന്നതാണ് ഒരു വിശദീകരണമാണ് ഇപ്പോൾ നൽകുന്നതെങ്കിൽ പോലും ഈ ഒരു മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചേക്കുമെന്നൊരു അഭ്യൂഹം കെടിയാണ് ഈ ഒരു സന്ദർശനം. അതുകൊണ്ട് തന്നെ ഇതിന് ഏറെ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട്. പ്രത്യേകിച്ച് നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കി BJP സർക്കാർ രൂപീകരിക്കാനുള്ള ഒരു സാധ്യതകൾ അവിടെ സജീവമായി ചർച്ചകൾ മുന്നോട്ട് പോവുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ആ ഒരു സമയത്താണ് ഇപ്പോൾ നിതീഷ് കുമാർ രാജ്ഭവനിലെത്തി ഗവർണറെ കാണുന്നതും. ഒരുപക്ഷെ ഈ NDA-യുമായി ചേർന്നുകൊണ്ട് നിതീഷ് കുമാർ സർക്കാർ രൂപീകരിക്കുകയാണെങ്കിൽ ഇത് നിലവിലെ സർക്കാരിനെ പിരിച്ചുവിടുകയും വീണ്ടും ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമെന്നല്ല നിലയും ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നു. ഇതിനിടെയാണ് ഇത്തരത്തിൽ വീണ്ടും നിതീഷ് കുമാർ ഗവർണർ കാണുന്നതെന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നത്. എന്തായാലും ഈ നിലവിലെ സാഹചര്യത്തിൽ നിതീഷ് കുമാർ NDA-യിലേക്ക് എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിതീഷ് കുമാർ NDA നേതാക്കളുമായി നിലയിൽ ചർച്ച നടത്തിയിട്ടുണ്ട്. ഇതിൽ നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കണമെന്നുള്ള ആവശ്യമാണ് JDU BJP-യോട് ആവശ്യപ്പെടുന്നത്. മാത്രമല്ല BJP-ക്ക് 2 ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകാമെന്നും JDU ഒരു ധാരണ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം തന്നെയും അംഗീകരിക്കുകയാണെങ്കിൽ NDA-യുമായി ചേർന്നത് നിതീഷ് കുമാർ അവിടെ ബീഹാറിൽ സർക്കാർ രൂപീകരിക്കാനുള്ള ഒരു സാധ്യതയാണുള്ളത്. എന്തായാലും ആ ഒരു ചർച്ചകൾ സജീവമായി മുന്നോട്ട് പോകുന്നു. അതേസമയം തന്നെ ഈ ഞായറാഴ്ച വരെയുള്ള പൊതുപരിപാടികൾ നിലവിൽ നിതീഷ് കുമാർ റദ്ദാക്കിയിട്ടുണ്ട്. മാത്രമല്ല എല്ലാ MLA-മാരും പട്നയിൽ എത്തിച്ചേരാൻ വേണ്ടി JDU നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ തിരക്കിട്ട ചർച്ചകളാണ് ബീഹാർ നടക്കുന്നത്. അതേസമയം തന്നെ ദില്ലിയിലും ബീഹാറിലെ BJP സംസ്ഥാന അധ്യക്ഷനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അങ്ങനെ ദില്ലിയിലും ചർച്ചകൾ BJP സജീവമാക്കിയിട്ടുണ്ട്. അതേസമയം തന്നെ ഈ നിതീഷ് കുമാറിനെ ഇന്ത്യ നിലനിർത്താനൊരു തീരുമാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യ സഖ്യവും മുന്നോട്ട് വരികയും നിതീഷ് കുമാറിനെ അനുനയിപ്പിക്കാൻ വേണ്ടി ലാലു പ്രസാദ് യാദവ് അടക്കമില്ലാതിനെയും യുദ്ധത്തിൽ അയച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും ഇന്ത്യ മുന്നണിയുമായി സംസാരിക്കാൻ വേണ്ടി സംസാരിക്കാൻ വേണ്ടി നിതീഷ് കുമാർ തയ്യാറാകുന്നില്ല എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സോണിയാഗാന്ധി ഫോണിൽ സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും ഒഴിഞ്ഞു മാറി എന്നതാണ് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം. നിതീഷിന്റെ ഈ നീക്കം മുൻകൂട്ടി തീരുമാനിച്ച ഒരു ആരോപണം ഇപ്പോൾ കോൺഗ്രസ് വൃത്തങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും JDU നേതാക്കളുമായി മല്ലികാർജ്ജുൻ ഖാർഗെ ചില ചർച്ചകൾ നടത്തിയെങ്കിലും അതും ഫലം കണ്ടില്ല. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബീഹാറിൽ ഒരു ഭരണമാറ്റം, പ്രത്യേകിച്ച് നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രി ആകുമെങ്കിലും നിലവിലെ സഖ്യത്തിൽ നിന്നും ഈ RJD കോൺഗ്രസ് സഖ്യത്തിൽ നിന്നും മാറി BJP പിന്തുണച്ചുകൊണ്ട് NDA സഖ്യം അവിടെ അധികാരത്തിൽ വരാനുള്ള സാധ്യതയാണ് ഉള്ളത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സഖ്യ ചർച്ച നടക്കുമ്പോഴാണ് ഇപ്പോൾ രാജ്ഭവനിലെത്തി നിതീഷ് കുമാർ ഇത്തരത്തിൽ ഗവർണറെ നേരിട്ട് കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലേറെ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട്. ശരി, സിബി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.